ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ആക്റ്റീവ 60 വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തു നടന്നതാണ്. നമ്മൾ ചെന്ന് നോക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് അതിൻ്റെ എൻജിൻ വാണിംഗ് ലാമ്പ് മാൽ ഫങ്ഷൻ്റെ ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഓടിച്ചോ കൊണ്ടുവന്നായിരുന്നേ. അതിന് ശേഷം കൊണ്ടുവന്ന് വെച്ചാൽ ഇടയ്ക്ക് വീണ്ടും സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം കാണിച്ചു. അതിനകത്ത് 2 കേസുണ്ട്. ഒന്ന് നമുക്ക് ഈ സെൽഫിൻ്റെ സ്വിച്ച് ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി പുതിയത് ഇട്ടിട്ടുണ്ട്. പിന്നെ നിലവിൽ അതിൻ്റെ മാൽ ഫങ്ഷൻ ലൈറ്റ് തെളിഞ്ഞത് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ 2 ഫാൾട്ട് കോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തൽക്കാലം നമ്മൾ ചെക്ക് ചെയ്ത് പ്രൈമറി കോയിലിൻ്റെ പർച്ചുവാലിൻ്റെയാണ് കാണിച്ചത്. അപ്പോൾ അത് ചെക്ക് ചെയ്തിരുന്ന തൽക്കാലം പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും കണ്ടില്ല. അതിനുശേഷം നമ്മൾ കോഡ് റേസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓടിച്ച് നോക്കുമ്പോൾ വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ഇനി കംപ്ലൈൻറ്റ് വന്നാൽ വീണ്ടും കംപ്ലൈൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. പിന്നെ അത് കൂടാണ്ട് നമുക്ക് സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ലായിരുന്നു, കേബിൾ പോയർന്നാണ്. അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. സ്പീഡോമീറ്റർ കേബിൾ മാറ്റിയിട്ടുണ്ട്. ഇതാണ് കേബിൾ. പിന്നെ അതേപോലെ തന്നെ സ്വിച്ച് ചെറുതായിട്ട് ലൂസ് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു, അതും മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രോബ്ലം ഇത് ചെറിയൊരു കംപ്ലൈൻറ്റ് കാണിച്ചോളൂ. അപ്പോൾ മാറ്റിയതിൻ്റെ കാരണം വെച്ചാൽ ഇതിനകത്ത് എഞ്ചിൻ ഓഫും കൂടി ഉള്ളതുകൊണ്ട് ഷോർട്ടിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് റിസ്ക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടത്തിൽ തന്നെ നമ്മൾ വല്ല ഓട്ടയ്ക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി ഓഫായി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വണ്ടി ഓഫായി പോകും. അങ്ങനൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് മാറ്റി കളഞ്ഞിട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സപ്പിൽ തരാം. അതേപോലെ തന്നെ വീണ്ടും ഇതേപോലെ മാൽ ഫങ്ഷൻ ഈ ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുൻകൂട്ടി പറയണം, റിപ്പോർട്ട് ചെയ്യണം. അതനുസരിച്ചിട്ട് അത് എന്തിൻ്റെയാണെന്ന് നോക്കി ക്ലിയർ ചെയ്ത് വിടണം. ഇപ്പോൾ നമ്മൾ കാണിച്ചത് നോക്കി ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കോൺടാക്റ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറെ പ്രശ്നം കാണിച്ചിട്ടില്ല. അപ്പോൾ തൽക്കാലം റെഡി ആയിട്ടുണ്ട്. ഇനി ഉപയോഗിച്ച് നോക്കാം. കംപ്ലൈൻറ്റ് വീണ്ടും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം കേട്ടോ.